പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മ ശാസ്ത്രത്തിൻ്റെ 7ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മശാസ്ത്രം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, പരിശുദ്ധാത്മശാസ്ത്രത്തിൽ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അലങ്കാര പ്രയോഗങ്ങൾ എന്താണ്, അന്യഭാഷ, അങ്ങനെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ചാണ്. കൃപാവരങ്ങൾ ഏകദേശം 25ഓളം കൃപാവരങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അത് റോമാലേഖനത്തിൽ നിന്നും എഫേസ്യ ലേഖനത്തിൽ നിന്നും ഒക്കെ എടുത്താണ് ഈ കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. കൃപയുടെ ദാനമായിരിക്കുന്ന അത് കൃപയുടെ ഫലമായിട്ടും ഒക്കെ അർത്ഥമായിട്ട് പറയാറുണ്ട്. ഔദ്യോഗിക സ്ഥാനങ്ങളിലും ശുശ്രൂഷകളും, അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെ കാണുന്ന കൃപാവരങ്ങൾ. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, അതുപോലെ ഉപദേഷ്ടാവ്, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളുള്ളത്. പിന്നെ കൃപാവരങ്ങൾ, ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, പ്രവചനം, രോഗശാന്തി, വിശ്വാസത്തിൻ്റെ വരം, വീര്യപ്രവൃത്തികൾ, ഇങ്ങനെ പറയുന്നിട്ടുള്ളത്. പിന്നെ വിശേഷവിധിയായി ലഭിക്കുന്ന കൃപാവരങ്ങൾ, റോമാലേഖനം 12-ാം അധ്യായത്തിൽ ശുശ്രൂഷിക്കാൻ, ദാനം ചെയ്യാൻ, കരുണ ചെയ്യാൻ, സഹായത്തിനുള്ളത്, ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും എന്താണ്? പ്രബോധനം, ഉപദേശം, ഇതെല്ലാം കൃപാവരങ്ങളിൽപ്പെട്ട കാര്യം കൂടിയാണ്. പക്ഷെ നമ്മൾ സാധാരണ 9 കൃപാവരങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത്. ആ കൃപാവരങ്ങൾ നമുക്ക് വേണമെങ്കിൽ 9 കൃപാവരത്തെ 3ആയിട്ട് തിരിക്കാം. പഠനത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഈ കൃപാവരങ്ങളെ വെളിപ്പാടിൻ്റെ കൃപാവരം, നാവിൻ്റെ കൃപാവരം, ശക്തിയുടെ കൃപാവരം, അത് വ്യത്യസ്തമായ പല ദേവാസന്മാർ പറയാറുണ്ട്. സാധാരണ നമ്മുടെ വെളിപ്പാടെന്ന് പറയുമ്പോൾ ഒരു പ്രകാശം കിട്ടുന്ന കാര്യം. അപ്പോൾ അത് ഒരു ഇലക്ട്രിക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രിക് ലൈറ്റ് വരും. നാവിൻ്റെ കൃപാവരം, നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയെ തന്നെ ഒരു സ്പീക്കറിലേക്കും ബോക്സിലേക്കും കൊടുത്ത് ചെയ്യാം അല്ലേ. പിന്നെ ശക്തിയുടെ, അതൊരു ഫാനായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരാളിൽ ഇതുപോലെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കും. വെളിപ്പാടിൻ്റെ കൃപാവരങ്ങൾ, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു കഴിവാണ് ഈ ഇതിൽ കിടക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഈ ശമരിയാക്കാറ്റ് സ്ത്രീയുടെ അടുക്കൽ യേശു എന്ത് ചെയ്യുകയാണ്, ചെല്ലുകയാണ്. പക്ഷേ യേശുവിനെ അവളെ കണ്ടപ്പോഴേ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. പക്ഷേ അത് ഉടനെ കർത്താവ് ഡിസ്പ്ലേ ചെയ്തില്ല. അവിടെ പരിജ്ഞാനവും കൂടി ഉണ്ടാക്കി. കർത്താവ് എന്ത് ചെയ്തു? ആദ്യമേ വെള്ളം കുടിക്കാൻ ചോദിച്ചു. പിന്നീട് വെള്ളം കൊടുക്കുവാൻ കഴിവുണ്ട കാര്യം പറഞ്ഞു. അങ്ങനെ അവൾ ആ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവളുടെ കുടുംബജീവിതം ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഒറ്റ തിരിയലാണ്, നിങ്ങൾ അവിടെ ആരാധിക്കുന്നു, ഞങ്ങളിവിടെ ആരാധിക്കുന്നു. അപ്പോൾ കർത്താവ് ഒന്നും കൂടി അത് വ്യക്തമാക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവസാനം പറഞ്ഞ് ഞങ്ങളുടെ മശിയായ അന്വേഷിക്കുക, അത് ഞാൻ തന്നെയാണെന്ന് പറയാനും, അങ്ങനെ അവളുടെ വെളിപ്പാടുകളുടെ ആ വലിയ വെളിച്ചത്തിലേക്ക് പോകാനുണ്ടായത്. പക്ഷെ കർത്താവ് അവളെ എന്ത് ചെയ്തു? ആ ശമരിയ പട്ടണത്തിൻ്റെ ഒരു സുവിശേഷകയാക്കി മാറ്റത്തക്ക വേണം തന്നിൽ വെളിപ്പെട്ട ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും കൃപാവരത്തെ ഉപയോഗിച്ച് അവളെ മാറ്റിയെടുത്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ശലോമോൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു കുഞ്ഞ്, അവരമ്മ പറഞ്ഞ് ഇതെൻ്റെയാണ്. അപ്പോൾ ശലോമോൻ ചെയ്ത ജ്ഞാനമൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായി ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ പരിഹാരം കിട്ടാൻ യോശുവ എരിഹോ കണ്ടപ്പോൾ എന്ത് ചെയ്യണം, അതുപോലെ ആഖാൻ്റെ വിഷയങ്ങൾ തിരിച്ചറിഞ്ഞത്, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കടബാധ്യത എങ്ങനെ മാറ്റാമെന്ന് എലീശ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം ആലോചനകളായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യങ്ങളാണ്
ഈ കൃപാവരം എന്ന് പറയുന്നത്. ശൗലിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അവിടെ ചെന്ന് വ്യത്യസ്തമായിട്ടാണ്, കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഈ ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഒരു വചനമാണ് അല്ലേ. ഈ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പലരും വന്നു അല്ലേ. കൈസർക്ക് കരം കൊടുക്കണമോ? കർത്താവ് എന്താ ചെയ്തു? ഒരു നാണയം വാങ്ങിച്ചിട്ട് തിരിച്ചും മറിച്ചും കാണിച്ചു. കൈസർക്കുള്ളത് കൈസറിനും, ദൈവത്തിലുള്ള ദൈവം. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വ്യഭിചാരിണിയ സ്ത്രീയെ കൊണ്ടുവന്നു. ഇത് കല്ലെറിഞ്ഞു കൊല്ലണം. കർത്താവ് കല്ലെറിയാതെ പറ്റത്തില്ല എന്നുള്ളത് കർത്താവാണ്. പക്ഷേ കർത്താവ് എന്താണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയിട്ടെന്ന് പറഞ്ഞുകൂടെ അവിടെ നിന്നെല്ലാം വിട്ടുപോയി. അപ്പോൾ ഇത് എന്താണ്, അവിടെ നിന്നും വളരെ വിദഗ്ധമായി കർത്താവ് കാര്യത്തെ ചെയ്തു. പിന്നെയാണ് ആത്മാക്കളുടെ വിവേചനം. വെളിച്ചപ്പാടത്തിലെ ആത്മാവിനെ പൗലോസ് തിരിച്ചറിയുകയും ശാസിക്കുകയും ചെയ്ത് നമുക്കറിയാം. അല്ലാതെ 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ആഹാബിനോട് യഹോശാഫത്തിനോടൊക്കെ ആലോചന പറഞ്ഞപ്പോൾ അത് ബോഷ്കിൻ്റെ ആത്മാവാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് അവിടെ നമുക്ക് വ്യക്തമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത്, അതൊരു മറഞ്ഞു കിടക്കുന്ന കാര്യം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന. പക്ഷേ ഇത് ചിലപ്പോൾ പ്രവചനമായിട്ട് പലരും എന്ത് ചെയ്യും, കാണാറുണ്ട്. പിന്നെ ഇതാണ് ആത്മാക്കളുടെ വിവേചനം. ചിലർ നല്ല പ്രവചനമൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ആത്മാവിൽ വിവേചിച്ച് കഴിയുമ്പോൾ മനസ്സിലാണ് അത് സംഗതി പിശാച. അത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ സഭയെ പൊളിക്കാൻ വേണ്ടി തന്നെ പലരും വരുന്നുണ്ട്. അത് നമ്മൾ വളരെ സൂക്ഷിക്കുകയും ഇങ്ങനെ വരുന്നവരെ എന്താണ് ആത്മാവിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യേശുവിനെ ഒന്നും ആയിരിക്കത്തില്ല അധികം ഉയർത്തുന്നത്. അവരെ വേറെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചോ യേശുവിനെ കർത്തൃത്വം ഉണ്ടെന്നോ ഒക്കെ സമ്മതിക്കാൻ അവർക്ക് പ്രയാസമാണ്. പിന്നെയുള്ളതാണ് നാവിൻ്റെ കൃപാവരങ്ങൾ. ഭാഷ പറയുന്നു, ഭാഷയുടെ വ്യാഖ്യാനം പറയുന്നു, പ്രവചിക്കുന്നു. അപ്പോൾ എല്ലാം നാവാണ് അല്ലേ. അപ്പോൾ നാവിൻ്റെ കൃപാവരം എന്ന് പറയുമ്പോൾ ഭാഷകളുടെ അന്യഭാഷ എന്ന് പറയേണ്ടി വരും. 18ഓളം രാജ്യക്കാരായിരുന്നു 120-ാമത്തെ ആ ദിവസം കൂടിയത്. പക്ഷേ 18 പേർക്കും മനസ്സിലായി ഇന്ന ആൾ അവർ ദൈവത്തിൻ്റെ മഹത്വം. പക്ഷെ ചിലർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. കാരണം എന്താ, അവിടെ പറയണവരുടെ ആ ഭാഷയൊക്കെ ഉള്ള ആളല്ല അത്. ആ ആൾ ഇതാ പറയുന്നത്. അപ്പോൾ ഈ നാവിൻ്റെ കൃപാവരങ്ങൾ അന്യഭാഷ പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം കൊണ്ടുവരാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ വ്യാഖ്യാനം ഇല്ലെങ്കിൽ അത് മിണ്ടാതിരിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, പക്ഷെ ആ വാക്ക് ഇപ്പോൾ ദാനിയേൽ മേനെ തെക്കേ ലൂഫസി എന്താണ്, ഞാൻ നിന്നെ തൂക്കി നോക്കി നിനക്ക് കുറവുള്ളവനായി കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മേദ്യയ്ക്കും പാർസിക്കും ഞാൻ എന്ത് ചെയ്തു, അത് കൊടുത്തിരിക്കുന്നു. ഇതുപോലെ പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്താണ് പ്രവചനം. പ്രവചനം ഭാവി കാലത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിനെ വിവേചിക്കണമെന്ന് തന്നെയാണ് പൗലോസും പറഞ്ഞിരിക്കുന്നത്. കാരണം വിവേചിക്കാഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അവസാനത്തേത് ശക്തിയുടെ കൃപാവരങ്ങളിൽപ്പെട്ട വിശ്വാസത്തിൻ്റെ വരം. വിശ്വാസത്തിൻ്റെ വരം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയും. ഒരിക്കലും ഒരു ദൈവദാസൻ, ചെറുപ്പമാണ്, അവരുടെ ഒരു പ്രയർ സെല്ലുണ്ട്, വലിയ സാമ്പത്തികമൊന്നും ഉള്ളതൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു കൺവെൻഷൻ നടത്തണമെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലൊരു കൺവെൻഷൻ നടത്താൻ അപ്പോൾ എല്ലാവരും മേടിച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കൂടി ചേർന്നത്. പക്ഷേ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷൻ്റെ അവസാന ദിവസമായപ്പോൾ ഇവർ വന്നിച്ചും പറഞ്ഞു കസേരക്കാർക്ക് ഇത്ര രൂപയാണ്, സ്റ്റേജിന് ഇത്ര രൂപയാണ്, പിന്നെ നമ്മുടെ പാട്ടുകാരിൽ അത് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂലിയൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു 50,000 രൂപ വരും. അപ്പോൾ ആളോട് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. നമുക്കിപ്പോൾ തന്നെ കൊടുത്ത് തീർക്കണ്ടേ? അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ കയ്യിലില്ല. മറ്റൊരു പറഞ്ഞു ദൈവമേ ഞങ്ങളുടെ ദേശത്ത് നാറ്റിക്കരുത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് ഇത് നടക്കും.
അപ്പോൾ ഇദ്ദേഹം ഇതുവരെ ചിരിച്ചുകൊണ്ട് കിടന്ന ആളെ ഇത്രയും വിശ്വാസത്തോടു കൂടി കൺവെൻഷൻ നടക്കുന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ ഇവർ കേട്ടോട് ഇവരാകെ ഡെസ്പ. ഇവർ പറഞ്ഞു ഇനി എവിടെയെങ്കിലൊക്കെ പോയി ഒപ്പിച്ച് കൊണ്ടുവരേണ്ടി വരും, ദേശത്ത് നിൽക്കാൻ പറ്റൂലേ. പക്ഷേ ആ ലാസ്റ്റ് ദിവസത്തെ കൺവെൻഷന് ഉച്ചയ്ക്ക് ഇവരിങ്ങനെ ഈ വിഷയം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെയാണ് കേട്ടത്, നിങ്ങൾക്ക് എൻ്റെ വീട് വരെ ഒന്ന് വരാമോ. അപ്പോൾ അദ്ദേഹം ഒരു മാർത്തോമക്കാരനാണ്, നടത്തുന്ന പെന്തക്കോസ്തുകാരൻ. അങ്ങനെ ആ മാർത്തോമക്കാരുടെ വീട്ടിലേക്ക് ഇന്നപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്തായിരുന്നു, സ്ഥാപനത്തിലായിരുന്നു ജോലി, ഗവൺമെൻറ് തലത്തിൽ. ഞാനത് റിട്ടയർഡായി. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ വന്നപ്പോൾ എനിക്ക് റിട്ടയർമെൻറ്റിൻ്റെ ആയിട്ട് ഇത്ര ലക്ഷം രൂപ കിട്ടി. അപ്പോൾ അതിൻ്റെ ദശാംശം ഞാൻ എവിടെയെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ കൺവെൻഷൻ നടത്തുന്നവർക്ക് കൊടുക്കാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞു. അങ്ങനെ ആ പണം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തു. അദ്ദേഹം ആ പണവും കൊണ്ട് നേരെ ഇവിടെ വന്നു. പന്തലുകാർക്ക് വന്നത്, കസേരകൾക്ക് മറ്റും എല്ലാം കൃത്യമായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള വിശ്വാസം മറ്റവർക്കില്ല. അത് മലയെ മാറ്റുവാൻ തക്കവണ്ണം വിശ്വാസമുള്ള ചില മനുഷ്യരുണ്ട്. അവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മഴ മാറിപ്പോകും. അങ്ങനെയുള്ള ശക്തമേറിയ കാര്യങ്ങൾ അവരിലൂടെ വെളിപ്പെടും. വിശ്വാസത്തിൻ്റെ വരം എന്ന് പറയുന്നത്. ഇനി രോഗശാന്തിയുടെ വരം, രോഗശാന്തികളുടെ വരമെന്നാണ് ഉയർത്തി പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന കർത്താവിൻ്റെ നാമമാണ്. അത് നമ്മുടെ രോഗങ്ങളെ, വ്യാധികളെ ചുമന്നവനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ എന്താണ്, രോഗങ്ങൾ സൗഖ്യമാകാനുള്ള കൃപാവരം നമ്മൾ പ്രാപിക്കും. പിന്നെയാണ് വീര്യപ്രവർത്തികൾ. വീര്യപ്രവർത്തി നമുക്കറിയാം, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നതും പ്രകൃതി ആധികമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതും ആ ഒരു കൃപയുണ്ടെങ്കിൽ. പഴയ നിയമത്തിൽ സൂര്യനെ വരെ നിർത്തിയത് ആ ഒരു കൃപാവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ദേവദാസന്മാർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ഈ കൃപാവരങ്ങളൊക്കെ വേണ്ടി വാഞ്ചിക്കണം എന്ന് തന്നെയാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങൾ ദൈവം പൊതുപ്രയോജനത്തിന് തരികയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഇത് അവരവരുടെ പ്രയോജനത്തിന് വേണ്ടി ചെയ്യുന്ന നിലവാരത്തിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ ഒരു നിലവാരത്തിലേക്ക് ആത്മീയ അധപ്പതനം പലയിടത്തും സംഭവിച്ചു എന്നുള്ളത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. പിന്നീടുള്ള കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സഹായിക്കാനുള്ള കൃപാവരം, അത് പരിപാലനപരവും 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 28 കാണാൻ കഴിയും. ഈ വരത്തിനോട് തുല്യമായ മറ്റു വരങ്ങൾ വലുതാണ്. കാരണം ദാനം ചെയ്യാനും കരുണ കാണിക്കാനൊക്കെ നല്ലൊരു. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാകത്തില്ല. ചിലർ ഭയങ്കര ദശാംശം കൊടുക്കലൊക്കെ ഉണ്ടാവും. പക്ഷേ സഭയിലൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കടബാധ്യതയാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മോളെ ഇതുപോലെ ആക്കണമെന്ന് വിചാരിച്ച് ക്ഷമിച്ചിരിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ കൊടുക്കാൻ. അതുപോലെ പരിപാലനമെന്നും നമുക്കറിയാം. ആശ്വാസവും ഒരു ആടിനെ തീറ്റിപ്പൊറ്റി അതിൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന പോലെ ചെയ്യേണ്ടവരാണ് സഭാ ശുശ്രൂഷന്മാർക്ക്. അതിലുണ്ട്. അപ്പോൾ തന്നെ ചില സമയത്ത് വിശ്വാസികൾക്ക് ഒരു ദുഃഖത്തിലിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് കുറച്ച് നേരം ആശ്വസിപ്പിച്ച് കഴിയുമ്പോഴൊക്കെ അവർക്ക് പെട്ടെന്ന് ആശ്വാസമാകുന്നതുണ്ട്. അവർ സഹായിക്കുന്ന ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കത്തില്ലായിരിക്കും, പക്ഷേ ദൈവം അങ്ങനെ പ്രവർത്തിച്ചത് കാണുവാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട്. പിന്നെ ഉപദേശം, പിന്നെയാണ് ശുശ്രൂഷയ്ക്കുള്ളത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ശുശ്രൂഷയ്ക്ക് സേവനം ചെയ്യുക, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ദൈവമാത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണിതിൽ. അപ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ദാസരൂപമെടുത്ത കർത്താവിനെ പോലെ നമുക്കുമായി തീരണം. അതൊരു വലിയ കൃപാവരമാണെന്നിവിടെ പറയുമ്പോൾ ചിലർക്കതൊരു പരിഹാസമായിട്ട് മാറിയേക്കാം. ഉപദേശിക്കുന്ന റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിന് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഉപദേശം, ഞാൻ വരുവോളം പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാൻ തിമോത്തിയോസിനോടൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിപരീപദേശം ആ കാലത്തിലും എഴുന്നേൽക്കുന്നുണ്ട്. സ്ത്രീകൾ
സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അത് തമ്മിൽ സംസാരിക്കണം, മിണ്ടാതിരിക്കട്ടെ. പക്ഷേ ഉപദേശിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ആണുങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. പ്രബോധനം റോമർ 12:7 മുതൽ വായിച്ചാൽ പഠിപ്പിക്കൽ, ബുദ്ധിയുപദേശം എന്നൊക്കെ മറ്റൊരു വീട്ടിൽ പറയാം. പിന്നെയുള്ളതാണ് ദാനം ചെയ്യാനുള്ള വരം. അതും മത്തായിയുടെ സുവിശേഷത്തിൽ എബ്രായ ലേഖനം 7:2 കാണാൻ പറ്റും. ഓക്കെ, പിന്നീടുള്ളതാണ് പ്രബോധനം, ദാനം ചെയ്യൽ, സഭാഭരണം. റോമർ 12:8 പറഞ്ഞിരിക്കുന്ന ഒരു കൃപാവരമാണ്. നിങ്ങളുടെ പരിപാലനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അത് റോമാലേഖനം 12:8 പറഞ്ഞതുകൊണ്ടാണ് സഭാഭരണം എന്ന് പറയുന്നതും. കരുണ ചെയ്യുക എന്നുള്ള കൃപാവരം റോമാലേഖനം 12:8 അഗതികളോടും അശരണരോടും അവർക്കൊക്കെ ചർച്ചയിൽ നമുക്ക് കാണാൻ പറ്റും. അവരെ നമ്മളൊന്നും പറയണ്ട, അവരവിടെ ചെന്ന് അത് ചെയ്യും. നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലരുണ്ട് പാട്ടെഴുതാനുള്ള കൃപാവരം. അത് പഴയ നിയമത്തിൽ അനേകം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പുതിയ നിയമത്തിലും ഉണ്ട്. അതൊരു കൃപയാണ്. അങ്ങനെയുള്ള ആ കൃപാവരങ്ങൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിവിധമായിരിക്കുന്ന കൃപാവരങ്ങൾ ഈ അന്ത്യകാലത്ത് നമ്മൾ വാഞ്ചിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവരായി തീരണമെന്നുള്ളതാണ്. കൃപാവരങ്ങൾ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വാഞ്ചിപ്പിനെന്ന് പറയുന്നത്. പക്ഷേ ചില ദൈവദാസന്മാർ പറയുന്നത്, നമ്മൾ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന കൃപാവരമെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കാതെ പരിശുദ്ധാത്മാവ് തരുന്നത് ഏതാണോ അത് മതി എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അത് നല്ലതാണെന്ന് പറയാറുണ്ട്. അത് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണല്ലോ തരുന്നത്. പിന്നെ ഈ രോഗശാന്തിയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമ്മളെപ്പോഴും കർത്താവിനോട് ആലോചന ചോദിച്ചേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതും നാം ഈ തരണത്തിൽ മറന്നു പോകരുതെന്ന് ഓർപ്പിക്കുക. ഈ കൃപാവരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാവമുണ്ട്, ഞാൻ ഏറ്റവും ആത്മീയനാണ്, കാരണം എനിക്ക് കൃപാവരം തന്നു, അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും കരുതരുത്. ശക്തനായിരുന്നു മോശ, പക്ഷെ മോശയ്ക്ക് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയി. അപ്പോൾ അതുകൊണ്ട് ദൈവം എല്ലാവരെയും കൊണ്ടുപോകും. പക്ഷേ എൻ്റെ ഭക്തിയുടെ പ്രകടനമാണെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ വിപത്താണ് കൊണ്ടുവരുന്നത് നമ്മൾ ഓർക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കൃപാവരങ്ങൾക്കൊരിക്കലും ദൈവവചനത്തിൻ്റെ സ്ഥാനം ഉണ്ടാകരുത്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആധാരവും ജീവിതത്തിൽ അടിസ്ഥാനം തിരുവെഴുത്തായിരിക്കണം. കൃപാവരങ്ങൾക്ക് പുറകെ പോയി, വാചകന്മാരുടെ പുറകെ പോയി നശിച്ചു പോയ കുടുംബങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ അവർ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വെച്ചിട്ട് പറയും. അത് ആത്മാവിൽ വേയിച്ച് കാര്യം മനസ്സിലാക്കി ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കൃപാവരങ്ങളെക്കാൾ വില ദൈവവചനത്തിലാണ്. അതിലൂടെ സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃപാവരം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രേഷ്ഠ മാർഗം പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് 13-ാം അധ്യായത്തിൽ. എന്താണ്? സ്നേഹം. അപ്പോൾ ദൈവസ്നേഹം എന്ന വിഷയമാണ് നമുക്ക് കൃപാവരം പ്രാപിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു കാര്യം. അങ്ങനെയുള്ളവരൊക്കെയാണ് പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത് പോലെ കൃപാവരങ്ങൾ കൊടുക്കുകയും അവരെ ശക്തമായി കർത്താവ് ഉപയോഗിക്കുകയും ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷെ അത് വചനാടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമാണ്. ചിലപ്പോൾ അനുകരണീയമായ ചില പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ആണെന്ന് വിചാരിച്ച് പിശാച് വളരെയധികം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഈ നാളുകളിൽ മനസ്സിലാക്കി അതിൽ നിന്നും മാറി നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ കൃപാവരങ്ങൾ ഇതല്ലാതെ നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളുണ്ട്.
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 20 മുതൽ, അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 19 മുതലൊക്കെ കാണാൻ കഴിയുന്നത് ആത്മീയ താലന്തുകൾ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലവാരത്തിലാണ്. അത് നമ്മൾ ഉപയോഗിക്കണം. ഇനി അവസാനമായിട്ട് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ചില പാപങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുക. അത് ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ദുഷിക്കുന്നതാണ്. അത് ദുരാത്മാവാണെന്നൊക്കെ പറഞ്ഞ് ദുഷിച്ചത് ക്ഷമിക്കപ്പെടാത്ത പാപമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പല രീതിയിലുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഒന്ന് യോഹന്നാൻ 4:1 പറയുന്നത് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ അത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ വിവേചിക്കണമെന്ന് നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം. പിന്നെ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ സ്റ്റെഫാനോസ് പറയുന്നുണ്ട്, ദൈവ ആത്മാവിനോട് നിങ്ങൾ മറുത്ത് നിൽക്കരുത്. ചിലരങ്ങനെയുണ്ട്, മറുത്ത്. അത് പരിശുദ്ധാത്മാവ് വളരെയധികം ദുഃഖിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ വലിയ ദോഷത്തിന് കാരണമായി തീരുമെന്ന് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് ഓർപ്പിക്കുക. അടുത്തത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ കെടുത്തരുത്. നമുക്കറിയാം, ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ അത് ശരിക്കും കത്തി തീരേണ്ടതാണെങ്കിൽ അതിലേക്ക് കുറച്ച് ചവറിട്ട് കൊടുത്ത് അതിനെ കത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതവിടെ ചാരമായി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതിനെ ജ്വലിപ്പിക്കണം. അപ്പോൾ കൃപാവരങ്ങൾ കിട്ടിയ പലരും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ കൃപാവരമൊക്കെ ഇല്ലാതെ പോയിട്ടുണ്ട്. കാരണം അതിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഇട്ടുപോകാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നിനക്ക് കൈവപ്പിനാൽ കിട്ടിയ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ ഇതത്ര വലിയതല്ല എന്ന് വിചാരിക്കരുത്. അതിനെ ഉപയോഗിക്കണം. ഉപയോഗിച്ച് വരുമ്പോൾ ദൈവം ആ കൃപാവരത്തിലൂടെ ദൈവത്തിൻ്റെ പ്ലാനിനും പദ്ധതിക്കും വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇടയായി. മറ്റൊരു പദപ്രയോഗമാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയും, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ദൈവത്വമുള്ളതാണ്. നമ്മൾ കൃപാവരം ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതിൻ്റെതായ ബഹുമാനം കൊടുത്ത് വേണം പരിശുദ്ധാത്മാവ് പറയുന്ന രീതിയിൽ വേണം ശുശ്രൂഷിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തിൽ പലവിധത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് തുല്യമായി തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവസഭയ്ക്കെതിരെയും ദൈവദാസന്മാർക്കെതിരെയും ഒക്കെ വാക്കുകൾ പറയുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ ചിലർ പറയുന്ന കാര്യമാണല്ലോ, കൃപാവരങ്ങൾ നിന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നതൊക്കെ ദുരാത്മാവാണ്, മനുഷ്യർ പഠിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നത്. ഈ നിന്നു പോകും എന്ന് പറയുന്ന വാക്ക് തന്നെ ദുർബലമായി പോവുക, പ്രവർത്തനരഹിതമാകുക, പ്രയോജനമില്ലാതാകുക, അംശമായത് വരുമ്പോൾ പൂർണ്ണമായി നീങ്ങിപ്പോകും എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ഇപ്പോൾ കടമൊഴിയായി കാണുന്നു എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒരു അറിയപ്പെട്ടതിൻ്റെ പോലെ അറിയാനായിട്ടുള്ള കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ വരുമ്പോൾ. അപ്പോൾ കണ്ണാടി പോലെയാണോ? ഇല്ല. കർത്താവ് വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അംശമായി അറിയുന്നു, പൂർണ്ണമായി അറിയുന്ന അവസ്ഥയിലേക്ക് വന്നോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം കണ്ടേച്ചുമാണ് നേരെ പരിശുദ്ധാത്മാവ് നിന്നുപോയി, ഇനി കൃപാവരങ്ങളില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയുള്ളതും കൂടി അതിനോട് യോജിക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ. പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു. ഇനിയും പരിശുദ്ധാത്മാ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് സമയം അധികമെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയല്ല. അതുകൊണ്ട് ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച്
പാപത്തെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും എന്ന് പറയുന്നത് അവിശ്വാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കാത്ത നിമിത്തം അവർക്ക് പാവബോധം വരുന്ന ഒരു അനുഭവമുണ്ട്. നീതി എന്താണ്? യേശു ക്രിസ്തുവിലൂടെ ഉൾപ്പെട്ട നീതി പരിശുദ്ധാത്മാവാണ് ബോധ്യപ്പെടുന്നത്. അതുപോലെ ന്യായവിധി പിശാചിനെ തോൽപ്പിച്ചതും ഇനി പിശാചിന് മാർഗമില്ലെന്നും നമുക്കൊരു ഭാവി ഉണ്ടാകുന്നുള്ളതൊക്കെ പരിശുദ്ധാത്മാവിലൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. അതിൻ്റെ മറ്റുള്ള പല അർത്ഥങ്ങളും ഉണ്ട് നമുക്കെങ്കിലും ഇത്രത്തോളം കാര്യങ്ങളെ പഠിക്കാനായിട്ടാണ് കർത്താവ് നമ്മെ സഹായിച്ചത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച് ഈ അന്ത്യകാലത്ത് എത്രത്തോളം കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുന്നോ അത് പിന്നത്തേതിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. കാരണം കൃപാവരങ്ങൾ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരാൻ ഈ ക്ലാസ്സുകൾ തീരട്ടെ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചത്, പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ്, വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ലോകത്തിലെങ്ങനെയാണ്, പഴയ നിയമത്തിലെങ്ങനെയാണ്, പുതിയ നിയമത്തിലെങ്ങനെയാണ്, ക്രിസ്തുവിലെങ്ങനെയാണ്, വിശ്വാസികളിൽ എങ്ങനെയാണ്? ആത്മസ്നാനവും കൃപാവരങ്ങൾ, ഫലങ്ങൾ, ഇതിനെതിരെയുള്ള പാപങ്ങൾ, ഇതായിരുന്നു നമ്മൾ മെയിനായിട്ടൊക്കെ ചിന്തിച്ചത്. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ, ഞങ്ങൾക്ക് ഈ വചനത്തിലൂടെ ഇത്രത്തോളം കാര്യങ്ങളെ കേൾപ്പാൻ കൃപ തന്നല്ലോ. കർത്താവെ, പരിശുദ്ധാത്മ ശാസ്ത്രം പഠിക്കുമ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് അംഗീകരിക്കുവാനും വ്യക്തിമായിട്ട് വികാരമുള്ള ഒരു വ്യക്തിത്വമുള്ളതായിട്ട് മനസ്സിലാക്കി ഞങ്ങളോട് ഫെലോഷിപ്പിൽ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ കോഴ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട്. അതവർക്ക് വിടുതലും അനുഗ്രഹവും കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങ് മതിയായതാണെന്നും ആമേൻ. ദൈവപ്രവൃത്തി അന്ത്യകാലത്ത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലങ്ങളിൽ കൂടുതൽ ദൈവവചനം പഠിക്കുവാനും അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി ജീവിപ്പാനും കർത്താവ് ഇവിടെ വരുത്തണം. മഹത്വത്തിനായിട്ട് സകലത ഏൽപ്പിക്കുന്നു. കർത്താവ് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാൻ ബലപ്പെടുത്തിയ കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഒരു വലിയൊരു അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിൻ്റെ മധ്യ അല്ല ഒരു ഇതിൻ്റെ മുമ്പിലിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ചില കുറവുകളൊക്കെ ഉണ്ടാകാം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോന്നും കമൻ്റായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത്. കാരണം ആരുമില്ലാത്തൊരു സ്റ്റേജിൽ കൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം വലിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.